ഒരു മത്തി പീര, അതായത് മത്തി പറ്റിച്ചത്. 1 കിലോയോട് അടുപ്പിച്ചുള്ള നെയ്മത്തി നല്ലതുപോലെ പീര പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ഇത് പോലെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിന് നമ്മൾ പുളിക്കായിട്ട് ചേർക്കുന്നത് കുടംപുളിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ പുളിയല്ല, നല്ല പുളിയൻ മാങ്ങയുടെ പച്ചമാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, 1.5 എണ്ണം കേട്ടോ. പിന്നെ ഉള്ളത് ആവശ്യത്തിനുള്ള ഇഞ്ചി ചതച്ചിട്ടരിഞ്ഞിരിക്കുന്നു, വെളുത്തുള്ളി ചതച്ചിട്ടരിഞ്ഞിരിക്കുന്നു, ഇഞ്ചി ചതച്ചിട്ടരിഞ്ഞിരിക്കുന്നു, ഒരു 2 ലീഫാണ് ഈ കരിവേപ്പില എടുത്തിരിക്കുന്നത്, ഒരു 20 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നു, നേർത്ത രീതിയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു, ഒരു 8 പച്ചമുളക് ഏറ്റക്കുറച്ചിലുണ്ടാകാം. എനിക്ക് ഇച്ചിരി എരിവ് കൂടുതൽ നിൽക്കണമെന്നുള്ളത് കൊണ്ട് പച്ചമുളക് 8 എണ്ണം അരിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം അത് കുറച്ച് പച്ചമുളക് നമ്മൾ ഒരു 1/4 പങ്ക് പച്ചമുളക് നമ്മൾ ആദ്യം തന്നെ ഈ മിക്സറിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കും, പിന്നെ ബാക്കി കുറച്ച് അവസാനം ഇടാൻ വെക്കും. അതോടൊപ്പം ആവശ്യത്തിന് തേങ്ങ നിങ്ങളൊരു കൃത്യമായി ക്ലിപ്തപ്പെടുത്തേണ്ടതില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ തേങ്ങ ആവശ്യത്തിന് എടുക്കുക. കാരണം പീര എന്ന് പറയുന്നത് തേങ്ങാ പീരയാണ്, അവസാനം ഇതൊരു തോരനായി മാറും. തേങ്ങാ പീരയാണ്, ഇത് തോരൻ തന്നെയാണ്, മീൻ തോരനാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഈ മീൻ കഴിഞ്ഞിട്ട് അവസാനം ഈ തേങ്ങയിലാണ് ഇതിന്റെ ഈ ടേസ്റ്റ് പിടിച്ചെടുക്കുന്നത്. എരിവും പുളിയും പിന്നെ എല്ലാം കൂടെ കൂടി അതിന്റെ ആ പീര തന്നെ മതി ചോറിനാനായിട്ട്, മീൻ വേണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ തേങ്ങ ചിരണ്ടിയത് റെഡിയാക്കി വെക്കുക. അപ്പൊ ഞാനിവിടെ മഞ്ഞൾ ഉപ്പ് വെളിച്ചെണ്ണ അതെല്ലാം ആവശ്യത്തിനുള്ളത്. അപ്പൊ നമ്മളൊരു പിന്നെ ചട്ടിയിലാണ്, മൺചട്ടിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആദ്യമേ നമ്മൾ ഈ ഉള്ളി എല്ലാം എടുത്ത് ഈ മൺചട്ടിക്കകത്തോട്ട് ഇടും. ഉണ്ടോ, അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. 20 മാറ്റി വെച്ചിരിക്കുന്ന കരിവേപ്പിലയില് പകുതിയിൽ കൂടുതൽ അങ്ങോട്ട് വെക്കുക, വെളുത്തുള്ളി മുഴുവൻ അങ്ങോട്ട് വിതറുക. ഓക്കെ, ഇഞ്ചി മുഴുവൻ അങ്ങോട്ട് വിതറുക. ഓക്കെ, മുഴുവൻ എടുത്ത് പച്ചവെള്ളം ഞാൻ 75% നമ്മൾ ഇങ്ങനെ എടുത്ത് അങ്ങ് വിതറുക. പച്ചമാങ്ങ പിന്നെ പുളി വെച്ചിരിക്കുന്ന എടുത്തങ്ങോട്ട് വിതറത്തിനുള്ള നമ്മുടെ തേങ്ങാപ്പീര നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വിതറുകയാണ് കേട്ടോ. ഞാൻ 2 കുത്തി ഇങ്ങനെ എടുത്തിരിക്കുകയാണ്, എന്നാലും എനിക്ക് തൃപ്തിയാകുന്നത് ഞാൻ ഒരു 1/2 കുത്തൂടെ എടുത്തു. അങ്ങനെ അത് റെഡിയായി. ഈ മിക്സ്ചറില് ഇത് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഈ മിക്സ്ചറിലേക്ക് നമ്മൾ ആവശ്യത്തിന് നമ്മുടെ പിന്നെ പീര വറ്റിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയും മഞ്ഞൾ ഇട്ട് കൊടുത്തു, സോൾട്ട് മാംഗോ ട്രീ, ഉപ്പ് ആവശ്യത്തിന്, ഒരു മഞ്ഞളൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് കുറച്ച് മഞ്ഞ നിറം ആ തേങ്ങാ പീരയിലൊക്കെ പറ്റി മഞ്ഞ നിറത്തിലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നല്ലതല്ല, പക്ഷെ മുഴുവൻ ഫുള്ളായിട്ടുള്ള നമ്മുടെ മാങ്ങയുടെ തേങ്ങയുടെ കുറഞ്ഞു കറിയുന്ന നീളത്തോടെയുള്ള തേങ്ങാപ്പീര എടുക്കണമെങ്കിൽ ഇതിങ്ങനെ സുഖം മാച്ചിന് ഉപ്പൂടെ ആഡ് ചെയ്യാണ്. പുളി ആവശ്യത്തിനുണ്ടെന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമാണ്. കാരണം 1.5 പുളിയും മാങ്ങയാണ് അവനെ കൊണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് പുളിയും മാങ്ങയ്ക്ക് പകരം നമുക്ക് കുടംപുളി ഉപയോഗിക്കാം. പദ്ധതി മൂവാറ്റുപുഴ മുതൽ അടിമാലിക്ക് പടിഞ്ഞാറ്, ചങ്ങനാശ്ശേരിക്ക് കിഴക്ക്, കൊട്ടാരക്കരയ്ക്ക് വടക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു പ്രത്യേകതരം പുളിയാണ് ഈ കുടംപുളി എന്ന് പറയുന്നത്. തീ അങ്ങോട്ട് കൊടുക്കുകയാണ് നമ്മള്. ഇത് ഇങ്ങനെ ഇരുന്നിട്ട് അവനങ്ങോട്ട് ചൂടാകും. അവസാനം ചൂടായി പിന്നെ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന വേറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, വെയിറ്റ് ചെയ്യുക. ഇപ്പൊ തൽക്കാലം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. തുള്ളി വെള്ളം പോലും ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല. ഇത് ഞാനൊന്ന് ഇളക്കുകയാണ്, ഒന്ന് ഇളക്കി കുടഞ്ഞിടുകയാണ് കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കരുത്. കാരണം ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കണം, കുഴഞ്ഞു കിടക്കരുത്, മനസ്സിലായി? സംഭവം ഒന്നും ആയിട്ടില്ല. ഒരു 8 മിനിറ്റ് കൂടെ കിടന്നാലേ ഇവൻ ഇങ്ങോട്ട് ശരിയാവുള്ളൂ. അപ്പൊ ഇതൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഇത് അടക്കിയാണ്. അനദർ 8 മിനിറ്റ്സ്. 7 മിനിറ്റ് ആയി, 8 മിനിറ്റ് ആയി ഇതാണ് ഇട്ടിരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ അല്പം കൂട്ടി വെക്കുകയാണ്, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഏകദേശം വെന്ത് നല്ല വിടർന്ന്
ഡ്രൈ ആയിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ടില്ല, അതാണ് ഈ ഡ്രൈനെസിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുക. മാങ്ങയുടെ പുളി നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്, ഉപ്പും ആവശ്യത്തിനുണ്ട്. പക്ഷെ മീനിലേക്ക് ആ പുളി പിടിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് പുളിയായിരിക്കും. ഇപ്പൊ പുളി കൂടിപ്പോയി, പുളി അല്പം കൂട്ടി തരാം, വേണം അത് വേണം. അത് കണ്ട് നിങ്ങൾ പകച്ചു പോകരുത്. ഇപ്പൊ ഞാൻ ഇച്ചിരി കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാണ്. നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഒന്ന് എടുത്തിട്ട് വിതറിയിട്ടു. ഇനിയാണ് അവസാനത്തെ ഒരു ടെക്നിക്ക് ഉണ്ട്. ഗ്രീൻ കോക്കനട്ട് ഓയിൽ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഒത്തിരി കോക്കനട്ട് ഓയിൽ ആയതൊന്നും പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ കിടക്കട്ടെ. അപ്പൊ ഈ കോക്കനട്ട് ഓയിൽ ഒഴിച്ച സ്ഥിതിക്ക് നമുക്ക് അല്പം കൂടെ ഒന്ന് ചൂടാക്കാറുണ്ട്. വീണ്ടും ഒരു മൂടി വെക്കുകയാണ്. എന്തിനു വേണ്ടി? ഒരു 5 minutes. ഓക്കെ, അപ്പോൾ 5 minutes കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വീണ്ടും ഇതിന്റെ മൂടി തുറന്നു ഒന്ന് ഇളക്കി ഇടുകയാണ്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല, മനോഹരമായ രീതിയിൽ അവൻ അങ്ങനെ നിൽക്കുകയാണ്. മറിച്ച് തിരിച്ച് അടിച്ച് പൊളിച്ചിരിക്കുകയാണ്. കണ്ടോ, നല്ല മഞ്ഞ നിറത്തില്, നല്ല പരിമളമുണ്ട്. അതെ, നല്ല മണമുണ്ട്. നല്ല മണക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലും വെളുത്തിട്ട് സൂപ്പർ ടേസ്റ്റ്. ഇതുപോലെ ഈ രീതിയിലുള്ള പ്രിപ്പറേഷനാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. വീര പറ്റിച്ചത്, വീരം, പിന്നെ വേറെ ഒന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ മൂടി അടക്കിയാണ്. വളരെ സാറ്റിസ്ഫാക്ടറി